ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നബറല്ലാഹു മർക്കദ മഹാനവറുകളുടെ ആണ്ടോട് അനുബന്ധിച്ച് മഹാനവറുകളെ അനുസ്മരിക്കാനും അവരിലേക്ക് വിശുദ്ധ ഖുർആനും ദിക്റുകളൊക്കെ ചൊല്ലി ഹദിയ ചെയ്യാനും ഒക്കെയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹാന്മാരെ അനുസ്മരിക്കലും അവരുടെ നാമങ്ങൾ ഉച്ചരിക്കലും ഒക്കെ എന്താണ്? പുണ്യകർമ്മമായിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ദിക്റുൽ അംബിയായി ഇബാദ ദിക്റു സാലിഹീന കഫാറ എന്നാണ്. അമ്പിയാക്കളെയാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അവരുടെ നാമങ്ങൾ ഇങ്ങനെ ആദം നബി മുതൽക്കുള്ള ആ പ്രവാചകന്മാരുടെ പേര് നമ്മളങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ അത് വലിയ ഒരു ഇബാദത്തായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുക. ഇതുപോലെയുള്ള ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നബറല്ലാഹു മർക്കദ തുടങ്ങി മുഹിയുദ്ദീൻ ഷെയ്ഖ്, റീഫായിൻ ഷെയ്ഖ്, ഇങ്ങനെയുള്ള മശായിഖുമാരെയും അതുപോലെ തന്നെ നമുക്ക് മുമ്പേ കടന്നുപോയ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽക്ക് ഉള്ളതായിരിക്കുന്ന ആ മഹാന്മാരെയൊക്കെ നമ്മൾ പേരെടുത്ത് ഇങ്ങനെ പറയാന്നുള്ളത് അത് നമ്മുടെ പാപമോചനത്തിന് പറ്റുന്ന ഒരു പുണ്യകർമ്മമായിട്ടാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സദസ്സ് മഹത്തായ ഒരു പുണ്യമുള്ള സദസ്സാണ്, ഒരു പുണ്യകർമ്മം നിർവഹിക്കപ്പെടുന്ന സദസ്സാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ നാട്ടുകാരായ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ടവരെ പരിചയപ്പെടുത്തേണ്ടതില്ല, പക്ഷേ നമ്മളത് ഇടക്കിടക്ക് അവരെ ഓർക്കേണ്ടതുണ്ട്. ആ ഓർക്കുന്നത് കൊണ്ട് നമുക്ക് കൂലി കിട്ടും എന്നതിന് പുറമെ അവരുടെ ജീവിതം നമ്മിലേക്ക് പകർത്തിയെടുക്കാൻ പറ്റുന്നതും കൂടിയാണ്. അതും കൂടി ഈ മഹത്തായ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശമാകേണ്ടതുണ്ട്. ഈയുള്ളവൻ ബഹുമാനപ്പെട്ടവരുമായിട്ട് വളരെ അടുത്ത ബന്ധമല്ല. മഹാനവറുകളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, ദുആക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ അത് പല പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അടുപ്പവും ബന്ധവുമാണ് മഹാനവറുകളുമായിട്ടുള്ളത്. ദാറുന്നജാത്ത് ഇസ്ലാമിക് സെന്റർ ബഹുമാനപ്പെട്ട KT മാൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കദ മഹാനവറുകളുടെ ആഭിമുഖ്യത്തിലാണ് അത് തുടങ്ങുന്നത്. അത് തുടങ്ങാനുള്ള കാരണം ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ മഹാനവറുകൾ പ്രസിഡന്റും ബഹുമാനപ്പെട്ട KC ജമാലുദ്ദീൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കദ മഹാനവറുകൾ ജനറൽ സെക്രട്ടറിയുമായി കൊണ്ട് മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുകയുണ്ടായി. സമസ്തയുടെ അവരുടെ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് കിഴക്കനേറ നാട്ടിൽ ഒരു യതീംഖാന സ്ഥാപിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അതനുസരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു, കൂടിയാലോചനകൾ നടത്തി. ബഹുമാനപ്പെട്ട ഉസ്താദ് KT മാൻ മുസ്ലിയാർ മഹാനവറുകളാണ് അതിന് നേതൃത്വം നൽകിയത്. അന്ന് കരുവാരകുണ്ടിൽ അത് സ്ഥാപിക്കുക എന്നുള്ള തീരുമാനമാണ് ഉണ്ടായത്. കരുവാരകുണ്ടിൽ അന്ന് 8 മഹല്ലുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ മഹല്ലുകളിൽ നിന്നുള്ള പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ തന്നെ അവിടുത്തെ ഖാദി, ഖത്തീബ് തുടങ്ങിയുള്ളവരെയൊക്കെ ക്ഷണിച്ചുള്ള വലിയ ഒരു സദസ്സിൽ വച്ചാണ് യതീംഖാന സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചത്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നബറല്ലാഹു മർക്കദ മഹാനവറുകൾ പ്രസിഡന്റും ബഹുമാനപ്പെട്ട KC ജമാലുദ്ദീൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട KT മാൻ മുസ്ലിയാർ എന്നിവർ സെക്രട്ടറിയുമായി കൊണ്ടുള്ള ഒരു സ്ഥാപനമായിക്കൊണ്ടാണ് ദാറുന്നജാത്ത് യതീംഖാന എന്നുള്ള നിലക്ക് 1976 അത് സ്ഥാപിതമാകുന്നത്. ഞാനത് പറയാൻ കാരണം
ബഹുമാനപ്പെട്ടവരെ കരുവാരക്കുണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഉസ്താദ് ക്ഷണിച്ചു വിട്ടിട്ടുണ്ടാകും. കൂട്ടിക്കൊണ്ടുപോകാൻ ഉസ്താദ് എന്നെ ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ആ നിലയ്ക്ക് ഈ പരിപാടികളിലൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഞാനാണ് വന്നിരുന്നത്. ഉസ്താദ് പറയും, ആദ്യം കോട്ടക്കൽ പോയിട്ട്, ആദ്യം ചാപ്പരങ്ങാടി പോയിട്ട് മഹാനവറുകളെ കണ്ട് വീട്ടിൽ ചെന്ന് കണ്ട് എപ്പോഴാണ് പോരാൻ പറ്റുക, ഏത് ജീപ്പാണ് ഏൽപ്പിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് അറിഞ്ഞിട്ട് ഈ രണ്ടാമത് കോട്ടക്കൽ പോയി അവിടുന്ന് അവർ പറയുന്ന, അന്നിവിടെ വീരാൻകുട്ടി മുസ്ലിയാരും ഉണ്ടായിരുന്നു, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അങ്ങനെ കോട്ടക്കൽ പോയി ജീപ്പ് ഏൽപ്പിച്ച് ആ ജീപ്പുമായിട്ടാണ് ബഹുമാനപ്പെട്ടവരെ അങ്ങനെ കരുവാരക്കുണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നത്. ആ നിലയ്ക്ക് ഒരു അടുപ്പവും ബന്ധവും കിട്ടിയെന്നുള്ളത് അൽഹംദുലില്ലാഹ് അത് ജീവിതത്തിലെ വലിയ ബർക്കത്തുള്ള വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അങ്ങനെ പല പ്രാവശ്യം മഹാനവറുകളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ആ നിലക്കുള്ള ബന്ധവും പിന്നെ അകലെ നിന്ന് നോക്കിക്കാണുന്ന വായിക്കുന്ന ആ ഒരു സ്വഭാവവും ഉള്ളത് കൊണ്ട് അങ്ങനെ എന്നും മഹാനവറുകളെക്കുറിച്ച് നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കൊക്കെ ഉള്ളത്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു താലാൻ്റെ ഔലിയാക്കൾ പല വിധത്തിലുണ്ട്. ചിലർ ഇബാദത്തിലും ദിക്റിലും ഫിക്റിലുമായി കഴിഞ്ഞുകൂടുകയും ജനങ്ങളുമായിട്ട് കാര്യമായ ബന്ധമൊന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ ആ ഓർമ്മയിലായിക്കൊണ്ട് കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നതായിട്ട് മഹാന്മാരെ നമുക്ക് കാണാൻ കഴിയും. അതേ അവസരം ചിലരാകട്ടെ അവർ പഠിച്ച ഇൽമ് അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, ആ നിലക്ക് ഇൽമിൻ്റെ മേഖലയിൽ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഇബാദത്തും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ ഇൽമിൻ്റെ മേഖലയിൽ പ്രവർത്തിച്ച് ധാരാളം ശിഷ്യന്മാരെ വാർത്തെടുത്ത് ആ ശിഷ്യന്മാരെ സമൂഹത്തിന് സമർപ്പിച്ച് അല്ലാഹു തആലാൻ്റെ ദീനിൻ്റെ പ്രചരണം ശക്തമാക്കുന്ന അങ്ങനത്തെ അല്ലാഹു തആലാൻ്റെ ഔലിയാക്കളുണ്ട്. മഹാനായ ശംസുൽ ഉലമ ആ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. നബറല്ലാഹു മർക്കദ. അദ്ദേഹത്തോട് അടുത്ത് ബന്ധമുള്ളതായിരിക്കുന്ന ആളുകൾക്ക് മഹാനവറുകളെ ചെറിയ നിലക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അല്ലാഹു തആലാന്റെ ഔലിയാക്കളിൽ മഹാനായ ഒരു വലിയായിരുന്നു മഹാനവറുകൾ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ജീവചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ തൻ്റെ ഇൽമു കൊണ്ട് ആ വിലായത്തിനെ മഹാനവറുകൾ മറച്ചു വെക്കുകയാണ് ചെയ്തത്. നമ്മൾ വലിയ ഒരു പ്രാസംഗികനും അതുപോലെ തന്നെ ഒരു സംഘടനാ പ്രവർത്തകനും വലിയൊരു മുദരിസുമായിട്ട് മാത്രമാണ് നമ്മൾ അവരെ കാണുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറമുള്ളതൊന്നും കാണാനുള്ള കഴിവ്, അതിനുള്ള കണ്ണ്, അതിനുള്ള കാഴ്ച അതൊന്നും നമുക്കില്ല. അതുകൊണ്ട് തന്നെ അവരെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള അല്ലാഹു തആലാന്റെ ഔലിയാക്കളുണ്ട്. അതേ അവസരം ചില മഹാന്മാർ ഔലിയാക്കൾ അവർ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അതുപോലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തി അങ്ങനെയുള്ള അല്ലാഹു തആലാന്റെ ഔലിയാക്കളെയും നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അവർ കണ്ടാത്തൊന്നും ഒരു പൊതുപ്രവർത്തകനാണ്. പക്ഷേ അവരൊക്കെ ഉള്ളിലേക്ക് ചെന്ന് നോക്കിയാൽ അവരൊക്കെ അള്ളാഹുവോട് ഏറ്റവും അടുത്ത മഹാന്മാരായിരുന്നു. അവരുടെ ഉദ്ദേശം എന്താണ്? ഇതിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് നന്മയുടെ മാർഗങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അവരുണ്ടാകുന്ന തിന്മകൾ തൻ്റെ കഴിവനുസരിച്ച് തടയുക, അതൊക്കെ ആ വിലായത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അവർ നിർവഹിച്ചു വന്നിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ബഹുമാനപ്പെട്ട ശൈഖുന ചാപ്പരങ്ങാടി ബാപ്പ മുസ്ലിയാർ മഹാനവറുകളെ നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുക? ആ അവിടുത്തെ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ ഈ പറഞ്ഞതൊക്കെ മഹാനവറുകളാണ്. അങ്ങനെയായിട്ടേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ചിലപ്പോൾ കുറേ കാലം ആളുകളൊന്നും അറിയാതെ അല്ലാഹു തആലാന്റെ ഇബാദത്തിലായിക്കൊണ്ട് കഴിഞ്ഞുകൂടിയത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു തആലാന്റെ ഔലിയാക്കൾ രാജ്യാന്തരങ്ങളിലൂടെ പോയി മഹാന്മാരായ ആളുകളെ സിയാറത്ത് ചെയ്ത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ മഹാന്മാരുടെ സന്ദർശിച്ച് അവരുടെ മക്ബറകൾ സന്ദർശിച്ച് അങ്ങനെ ജീവിതം ആ ലോകത്ത് തന്നെ കഴിച്ചു കൂട്ടുന്ന ആളുകളെ
ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ 20ഓളം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ അത് പറയുന്നുണ്ടല്ലോ. അവർ നീണ്ട കാലം ഇങ്ങനെയുള്ള യാത്രയിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട പാപ്പ മുസ്ലിയാർ നബറല്ലാഹു മർക്കദ മഹാനവറുകളെ വായിക്കുമ്പോഴും തന്നെ അദ്ദേഹം നാട് വിട്ട് നീണ്ട യാത്രകൾ, ബഗ്ദാദ് വരെയുള്ള യാത്രകൾ നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ അധികവും തന്നെ കാൽനട യാത്രയായിരുന്നു. അതൊക്കെ അവരെന്തിനാണ് യാത്ര ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെന്തിനാണ് യാത്ര ചെയ്യുന്നത്? നമുക്ക് രാജ്യം കാണാൻ, രാജ്യം കണ്ടിട്ടെന്താ മനസ്സിന് സന്തോഷം കിട്ടും, അങ്ങനെയുള്ള യാത്രയാണ്. പക്ഷേ അവർ ഈ യാത്രയിൽ അവർ അല്ലാഹു തആലാന്റെ പിന്നെ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കാനും അല്ലാഹു തആലാന്റെ കഴിവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഉള്ള യാത്രകളായിരുന്നു അത്. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേ അവസരം മഹാനവറുകൾ വിവാദത്തിലായി കഴിച്ചുകൂട്ടി, ജനങ്ങളേറ്റ് ബന്ധമില്ലാതെ പിന്നെ കഴിച്ചുകൂട്ടുന്ന ദിവസങ്ങളും മാസങ്ങളും നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിലുള്ള ദീനിയായ പ്രവർത്തനങ്ങൾക്ക് മഹാനവറുകൾ നേതൃത്വം നൽകി, സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, ആ സ്ഥാപനങ്ങൾ നടത്താനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തു. അങ്ങനെയാണല്ലോ മഹാനവറുകളുടെ ജീവിതം നമ്മൾ കാണുന്നത്. ഇവിടെ എത്രയോ യതീംഖാന എന്നുള്ള നിലക്ക് എത്രയോ മഹാനവറുകൾ സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ജാമിയ നൂരിയ പോലെയുള്ളതായിരിക്കുന്ന മഹത്തായ ദീനി സ്ഥാപനങ്ങൾക്ക് തൻ്റെ കഴിവിൻ്റെ പരമാവധി സഹായിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഭാഗഭാക്കാക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ആ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് കൂടി മഹാനവറുകളായിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ താൻ വലിയൊരാളാണെന്ന് വെക്കാനല്ല, അല്ലാഹു തആലാന്റെ ദീനെ നിലനിർത്താനും വളർത്താനും നന്മകൾ ഉണ്ടാക്കി തീർക്കാനും തിന്മകളിൽ നിന്ന് ജനങ്ങളെ മാറ്റിയെടുക്കാനുമുള്ള ഒരു മാർഗമായിട്ടാണ് സംഘടനകൾ മഹാന്മാർ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പം അതിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അല്ലാഹു തആലാന്റെ ദീനിൻ്റെ മാർഗത്തിലുള്ള മഹത്തായ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ബാപ്പ മുസ്ലിയാർ ആ വിഷയത്തിലും തന്നെ നമുക്ക് ഉയർന്ന മർത്തബയിൽ കാണാൻ കഴിയും. മഹാനവറുകൾ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മഹാനവറുകൾ പ്രസിഡന്റായ ആ ജില്ലാ കമ്മിറ്റിയാണ് ആദ്യമായിട്ട് ഈ യതീംഖാനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതേ അവസരത്തിൽ തന്നെയാണ് മണ്ണാർക്കാട് യതീംഖാന. രണ്ടും ധാരണജാത്ത്, രണ്ട് പേരിട്ട മഹാനവറുകൾ തന്നെ, രണ്ടും ധാരണജാത്ത് തന്നെ. മണ്ണാർക്കാട് ധാരണജാത്താണ്, കരുവാരകുളം ധാരണജാത്താണ്. അങ്ങനെ എത്രയോ സ്ഥാപനങ്ങൾ നേരെ അതൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ മഹാനവറുകളുടെ നേതൃത്വത്തിലായി അത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സംഘടനാ രംഗത്ത് മഹാനവറുകൾ എന്ന് ഞാൻ പറഞ്ഞില്ലേ പ്രസിഡന്റായിരുന്നു, അതുപോലെ തന്നെ മുഷാവറ മെമ്പറായിരുന്നു. അങ്ങനെ ഒട്ടനവധി ദീനി സംഘടനാ പ്രവർത്തനത്തിലും മഹാനവറുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അല്ലാഹു തആലാന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങളിലൊക്കെ ഭാഗഭാക്കാകുന്നതാണ്. അങ്ങനെയാണ് മഹാനവറുകളെയും നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ നീണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മഹാനവറുകൾ ചെറുപ്പത്തിൽ തന്നെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതത്തെയാണ് നമ്മൾ വായിച്ചറിയുന്നത്. മഹാനവറുകളുടെ പിതാവ് വലിയൊരു വായിലായിരുന്നു, വലിയൊരു പണ്ഡിതനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതോടൊപ്പം തന്നെ മാതാവും തന്നെ അതുപോലെ കിതാബോദിയ ഒരു മഹദിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ടവരുടെ 6ാമത്തെ വയസ്സിലാണ് പിതാവ് മരണപ്പെട്ടത് എന്നും പിന്നെ മാതാവാണ് വളർത്തിയെടുത്തത് എന്നും ആ മാതാവ് വളർത്തിയെടുക്കുമ്പോൾ ആ ദീനീ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നത് മാതാവാണെന്നും മുത്തഫരീദും നൂറുൽ അബ്സാറും ഒക്കെ ആ മാതാവിൽ നിന്നാണ് മഹാനവറുകൾ പഠിച്ചിട്ടുള്ളതെന്നും നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ 9ാമത്തെ വയസ്സിലാണ് പിന്നെ ദർസിൽ പോയി ചേരുന്നത്. പല മഹാന്മാരായ ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരിൽ നിന്നാണ്
മഹാനവറുകൾ ദർസ് പഠനം നടത്തിയിട്ടുള്ളത്. കാലഘട്ടത്തിലുള്ള ഉയർന്ന മഹാന്മാരിൽ നിന്നാണ് പറവണ്ണ വലിയകുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർക്കറ, കാടേരി മുഹമ്മദ് മുസ്ലിയാർ നബറല്ലാഹു മർക്കറ, അങ്ങനെയുള്ള മഹത്തുക്കളിൽ നിന്ന് മഹാനവറുകൾ ഇൽമു പഠിച്ചു എന്ന് നമ്മൾ കാണുന്നു. പറവണ്ണ വലിയകുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർക്കറ മഹാനവറുകൾ ഉസ്താദിന് പിന്നെ ബാപ്പു മുസ്ലിയാരോട് വെല്ലൂർ ബാക്കിയാത്തിൽ സാലിഹത്തിലേക്ക് പോകാൻ വേണ്ടി നിർദ്ദേശിക്കുകയുണ്ടായി. തഹസീലിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പഠനങ്ങളൊക്കെ തീർന്ന് ആ അവസരത്തിൽ മഹാനവറുകൾക്ക് ഒരു രോഗം പിടികൂടി, ടൈഫോയിഡ്. ആ രോഗം കാരണത്താൽ കോളേജിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ മഹാനവറുകളുടെ പേര് നമ്മൾ വായിക്കുമ്പോൾ ബാഖവി എന്നുള്ള പേരും കൂടി നമുക്ക് കൂട്ടി വായിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിലൊക്കെ അല്ലാഹു തആല ഓരോ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും മഹാനവറുകൾ മഹാപണ്ഡിതനായിരുന്നു. മഹാന്മാരിൽ നിന്ന് ഇൽമു നേടിയ പണ്ഡിതനായിരുന്നു. അതോടൊപ്പം തന്നെ കോളേജിൽ പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ആ ദീനി ഇൽമുമായി ബന്ധപ്പെട്ട പ്രവർത്തനം മഹാനവറുകൾ നിർത്തിയില്ല. പല പള്ളികളിലും മഹാനവറുകൾ ദർസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. പെട്ടെന്ന് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്ന് പറയുമ്പോൾ ഇതൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരികയില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാർ എങ്ങനെയാണ് മഹാന്മാരായിത്തീർന്നത് എന്ന് ആ വഴികൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെയും ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയുള്ളൂ. മഹാനവറുകൾ മഹാനായൊരു വലിയായിരുന്നു. ഒരുപാട് കറാമത്തുകൾ മഹാനിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ നാട്ടുകാരായ നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളുണ്ടാകും. ഒരു കല്യാണത്തിങ്കിൽ ഒരു പിന്നെ വഷപ്പാപ്പൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ല, നിങ്ങളുടെ നാടാണല്ലോ. അതുപോലെ വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. മഹാനവറുകളുടെ വല്ലാത്തൊരു കഴിവാണ് മനുഷ്യൻ്റെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയാന്നുള്ളത്. മനസ്സ് വായിച്ചെടുക്കാൻ കഴിയാന്നുള്ളത് പ്രവാചകന്മാർക്ക് അത് കഴിയുന്നതാണ്. പ്രവാചകന്മാർ അത് കഴിയുന്നു എന്ന് പറയുമ്പോൾ അതിന് മുഅ്ജിസത്ത് എന്നാ പറയാം. ഗൈബ് അറിയാന്നാണല്ലോ. ഗൈബ് അറിയാന്നുള്ളത് പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അത് മുഅ്ജിസത്താണ്. പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തായ കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ ഒഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളും അല്ലാഹു തആലാന്റെ ഔലിയാക്കൾക്ക് കറാമത്തായി വരാമെന്നാണ്. അതാണ് നമ്മുടെ അഖീദ. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അഖായിദിന്റെ കിതാബുകളിലൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തായി വരാവുന്ന കാര്യങ്ങളൊക്കെ ഔലിയാക്കൾക്ക് കറാമത്തായിട്ട് വരാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പലപ്പോഴുള്ള ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നതാണ് മനുഷ്യന്റെ മനസ്സ് വായിച്ച് അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് പ്രതികരിച്ചത് എത്രയോ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാരിൽ നിന്നും അതുപോലെ ഞാൻ അങ്ങനെ പറയുമ്പോൾ പിന്നെ താലീം കുറഞ്ഞെന്ന് തോന്നരുത്, അങ്ങനെ വരാണ്. മഹാനവറുകളിൽ നിന്നും അങ്ങനെ മനസ്സ് വായിച്ചെടുക്കുന്ന ഒരു കറാമത്ത് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഉസ്താദ് KT മാനു മുസ്ലിയാർ മഹാനവറുകൾ തൻ്റെ ജീവിതത്തിൻ്റെ കയ്യൊപ്പുകൾ എന്ന് പറയുന്ന മഹത്തായ ഒരു ഗ്രന്ഥം അത് രചിച്ചിട്ടുണ്ടല്ലോ. അതിൽ ഇത്തരം ആളുകളുമായി അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് KT മാനു മുസ്ലിയാർ അവർകൾ ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാരുമായിട്ട് വളരെയേറെ ബന്ധവും അടുപ്പവുമുള്ളവരായിരുന്നു. ആ നിലക്ക് പലപ്പോഴും തന്നെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മാത്രമല്ല മഹാനവറുകളുടെ ഒരു മുരീദും കൂടിയായിരുന്നു. ആ നിലക്ക് അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ കയ്യൊപ്പുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ഉസ്താദ് KT മാനു മുസ്ലിയാർ എഴുതിയതൊന്നും മൂപ്പർക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം, തെളിവില്ലാത്തൊരു കാര്യം മൂപ്പര് എഴുതൂല, പ്രസംഗിക്കൂല. അത് നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം എഴുതുന്നു, ഒരിക്കൽ ബഹുമാനപ്പെട്ട പിന്നെ ഉസ്താദിൻ്റെ മഹാനവറുകളുടെ അടുക്കലേക്ക് വീട്ടിലേക്ക് ഒരാൾ വരും. അയാൾക്കൊരു രോഗമുണ്ട്. ഈ വാരിയലിൻ്റെ ഒരു ഭാഗത്ത് വല്ലാത്ത വേദന.
അങ്ങനെ ഒരുപാട് ചികിത്സകൾ അദ്ദേഹം നടത്തി. അതുകൊണ്ടൊന്നും ഭേദമായില്ല. അവസാനമാണ് ബഹുമാനപ്പെട്ടവരിലേക്ക് വരുന്നത്. അങ്ങനെ വന്ന് പിന്നെ ഇരുന്ന് സലാമൊക്കെ പറഞ്ഞിരുന്ന് നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ നിലമ്പൂർ ചുങ്കത്തറയിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അപ്പം ബാപ്പുൻസിലേർ ചോദിച്ചു, എന്താ ഈ ചുങ്കത്തറയ്ക്കേക്കാൾ നിലമ്പൂരിനെന്ത് മഹത്വമുള്ളത്, എന്തിനാ രണ്ടും കൂടി പറയണതെന്ന് ചോദിച്ചു. അതിലൊക്കെ പൊരുളുകൾ ഉണ്ടാകുന്നതാട്ടെ. ഏതായിരുന്നാലും അങ്ങനെ കുറച്ചു നേരം ഓലിങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പം ബാപ്പുൻസിലേർ പറഞ്ഞു, എൻ്റെ ഈ വാരിയലിൻ്റെ ഇവിടെ ഒരു വേദന, നിങ്ങളന്ന് ഉഴിഞ്ഞേരുന്ന ഇത് വന്നാളോടാ പറഞ്ഞു, നിങ്ങളന്ന് ഉഴിഞ്ഞേരുന്നാണ്. മൂപ്പര് ഉഴിഞ്ഞു കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാപ്പുൻസിലേർ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ വന്നത് എന്ന് ചോദിച്ചു. നിങ്ങൾ ഉദ്ദേശം എന്താണ്? അപ്പം ഇയാൾക്ക് മടി എന്താ? മൂപ്പർക്കും ഈ പ്രശ്നം പറയാനാ, തൻ്റെ ഭാര്യലിൻ്റെ വേദന പറയാൻ വേണ്ടിയിട്ടാ വന്നിട്ടുള്ളത്. പക്ഷെ ബാപ്പുലിയർ എന്തായത്, മൂപ്പരവിടെ തടയിപ്പിച്ചുകൊണ്ട് എനിക്ക് വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി അതന്നെ ഞാനും പറഞ്ഞാത്ത മാനവർകളെ തമാശയാക്കലാകുമെന്നുള്ള പേടികൊണ്ടൊന്നും മുണ്ടിയില്ല. നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, പിന്നെ എൻ്റെ ഈ വാരിയലിൻ്റെ ഇവിടെ ഒരു വേദന ഉണ്ട്, ഞാൻ കുറേ ചികിത്സ. അല്ല ഇപ്പം മാറിയില്ലേന്ന് അതിപ്പോൾ മാറിയില്ലേന്ന് ചോദിച്ചു. നോക്കുമ്പോൾ പത്ത് സുഖിക്കുന്നു. അദ്ദേഹം ഉസ്താദിനോട് കേട്ടി മാനമുസ്ലിയോട് പറഞ്ഞു, അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് പിന്നെ ആ വേദന ഉണ്ടായിട്ടില്ല. ഇപ്പം അവിടെ നമ്മൾ എന്താ കാണുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു കറാമത്താ. ആ കറാമത്ത് അതിൽ ഒരു കാര്യം മാത്രമല്ല, അദ്ദേഹം വരുമ്പോൾ അയാളുടെ മനസ്സിലുള്ള കാര്യം എന്താണ് എന്ന് മഹാനായ താപ്പരങ്ങാടി ബാപ്പുൻസിലാർ നബറല്ലാഹു മർക്കദ മഹാനവറുകൾ വായിച്ചു, അയാളുടെ മനസ്സ് വായിച്ചു. പിന്നെ അദ്ദേഹത്തിന് അയാൾ അറിയാതെ ചികിത്സ നടത്തി. എങ്ങനെ ചികിത്സ നടത്തിയത്? മൂപ്പർക്ക് വേദന കൊടുത്ത് പിന്നെ വിഞ്ഞാണ്ടല്ല, മറിച്ച് ബാപ്പുൻസിലാരുടെ അതേ സ്ഥലത്ത് ഒന്ന് ഒഴിഞ്ഞു കൊടുത്തപ്പോ അത് മുഖേന മൂപ്പരുടെ വേദനയെ മാറണം. അത് വന്നാളുടെ വേദനയെ മാറണം. ഒഴിഞ്ഞു കൊടുക്കുന്നത് ആരാ? ബാപ്പുൻസിലാർക്ക് ഒഴിഞ്ഞു കൊടുക്കുന്നത് വന്നാളാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് വേറെ കയറാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് മഹാനവറുകളെ കുറിച്ച് വായിച്ചു പോകാൻ പറയും. മനസ്സറിയുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടി നിങ്ങളെ ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കദ സമസ്തയുടെ വലിയ നേതാവായിരുന്നുവല്ലോ, ജാമിയയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയുള്ള വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ തൻ്റെ ജീവിതം തന്നെ സമസ്തക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചതായിരുന്നു എന്ന് പറയണം. ദർസൊക്കെ നിർത്തിയിട്ട് വെറും സമസ്തൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ബഹുഭാഷാ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അങ്ങനെ മഹാനവറുകൾ സജീവമായി രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സമസ്തയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അത് സ്വാഭാവികമായിട്ട് സമസ്ത എന്ന് പറഞ്ഞ മനുഷ്യന്മാർ നടത്തുന്ന സംഘടനയാണ്. ഒരു സംഘടന എന്നുള്ള നിലപാടിൽ നമ്മൾ അതിനെ നോക്കുമ്പോൾ അതിൽ പ്രശ്നങ്ങളുണ്ടാവും. പല ആളുകൾക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവുമല്ലോ. ആ നിലക്ക് അന്നും തന്നെ ഒരു വലിയൊരു പ്രശ്നം സമസ്തയിലുണ്ടായി. അങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മാർത്ഥമായി അതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയൊരു വേദന വേറൊന്നുണ്ടാവില്ല. അത് അതിനുമായിട്ട് അനുഭവപ്പെട്ട ആളുകൾക്ക് അറിയും. തൻ്റെ വീട്ടിൽ ഒരു വല്ല പിന്നെ രോഗം ഉണ്ടാകുന്നതിനേക്കാൾ അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിൽ ഒരു വേദന ഉണ്ടാകുന്നതിനേക്കാൾ ഏറ്റവും ശക്തമായ മാനസിക പ്രശ്നമായിരിക്കും വാസ്തവത്തിൽ ആത്മാർത്ഥമായി സമസ്തക്ക് അതുപോലെയുള്ള നല്ല സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കുണ്ടാവുക. ഈ ഒരവസ്ഥ ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കദ മഹാനവറുകൾക്കുണ്ടായി. അപ്പോൾ ആ വേദന കാരണത്താൽ ഇനി ഈ രംഗത്തു നിന്നും മാറി നിന്നാലോ എന്ന് ആലോചിച്ചു. അങ്ങനെയുള്ള മനുഷ്യന്മാരെ കുടുങ്ങിയാലുണ്ടല്ലോ, ഈ രംഗത്തു നിന്നും മാറി നിന്നാലോ എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു. ഈ വിഷമങ്ങൾ കാരണത്താൽ ഒരു ദിവസം
ബഹുമാനപ്പെട്ട ചാപ്പരങ്ങാടി ബാപ്പം മുസ്ലിയാരും ബഹുമാനപ്പെട്ട പിന്നെ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരും കോഴിക്കോട് ഭാഗത്ത് നിന്ന് ഒരു പരിപാടി കഴിഞ്ഞു പോരുകയാണ്. രണ്ടാളും ഒരു വാഹനത്തിലാണ്, ബാപ്പം മുസ്ലിയാരുടെ വാഹനത്തിലാണ് പിന്നെ വാണിയമ്പലം ഉസ്താദും തന്നെ കയറിയിട്ട് രണ്ടാളും അങ്ങനെ പോന്നു. അങ്ങനെ പോന്നിട്ട് വെള്ളാമ്പുറം എത്തിയപ്പോൾ ഉസ്താദിനെ വാപ്പസിലേക്ക് പോരേണ്ടത് ഇങ്ങോട്ട് മലപ്പുറം ഭാഗത്തേക്കാണ്. അതേ അവസരം വാണിയമ്പലം മദ്രമാംസിലേക്ക് പോകേണ്ട മഞ്ചേരി ഭാഗത്തേക്കാണ്. അങ്ങനെ വെള്ളാമ്പുറത്തേക്ക് എത്തിയപ്പോൾ വാപ്പംസിലാർ ഡ്രൈവറോട് പറഞ്ഞു, നമ്മൾ മഞ്ചേരിക്കൂടി വിട്, മഞ്ചേരിക്കൂടി പോകുക, അദ്രാമൗലിക്ക് നമുക്ക് ചായ വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞു. ഇത് ഈ വിഷയം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഉസ്താദ് KT മാനു മുസ്ലിയാരോട് നേരിട്ട് പറഞ്ഞ അനുഭവം. അത് നുണയാകാൻ ഒരു വഴിയില്ല. അങ്ങനെ പിന്നെ മഞ്ചേരിക്ക് വന്നു. മഞ്ചേരി വന്നാൽ ചായയൊക്കെ കുടിച്ചു. ആ ചായയൊക്കെ കുടിച്ച് രണ്ടാളും പിരിയാൻ പോവുകയാണ്. ആ അവസരത്തിൽ ബഹുമാനപ്പെട്ട ബാപ്പ മുസ്ലിയാർ വാണിയമ്പലം ഉസ്താദിനെ സ്വകാര്യമായിട്ട് ഒരരിക്കൽക്ക് വിളിച്ചു കൊണ്ടുപോയി പറഞ്ഞു, രംഗത്തുനിന്ന് മാറണ്ട, സമസ്തയിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചോളൂ, അല്ല അതിന് മാറിയിക്കണ്ട എന്ന്. നിങ്ങൾ ആലോചിച്ചു. ഇത് ഉസ്താദിനോട് KT മാനംസിനോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറയുമ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം എൻ്റെ മനസ്സിൽ ഒരു വിചാരം, ഞാൻ ഒരൊറ്റ മനുഷ്യനോടും അതുവരെ ആ വിഷയം ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് മഹാനവറുകൾ എൻ്റെ മനസ്സിൽ നിന്ന് വായിച്ചെടുത്ത് ഞാൻ അപ്പം തന്നെ മഹാനവറുകളോട് പറഞ്ഞു, എല്ലാം ഞാൻ മാറി നിൽക്കില്ല, ഞാൻ പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാണ് മനസ്സ് വായിച്ചെടുക്കാൻ നല്ലത്. ഈ വായിച്ചെടുക്കുന്നതോടൊപ്പം നൽകിയ സന്ദേശം എന്താ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കരുത് എന്നാണ് പഠിപ്പിക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തനിക്ക് ചെയ്ത് ഈ സംഘടനക്ക് അർപ്പിക്കാൻ കഴിയുന്ന പിന്നെ എല്ലാ സഹായങ്ങളും എല്ലാ ശക്തിയും പകരാൻ ഉള്ള ശ്രമമാണ് ഒരു ശരിയായ പ്രവർത്തകൻ ഉണ്ടാകേണ്ടത് എന്നും കൂടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ മറ്റൊരു സംഭവം, അതുപോലെയുള്ള വേറൊരു സംഭവം. ഒരു കാലത്ത് സമസ്തക്ക് എന്നും പ്രശ്നങ്ങൾ തന്നെയാണല്ലോ. അതൊരു ഹക്കായ സംഘടനക്ക് എന്നും ബാത്തിലിന്റെ ഭാഗത്തു നിന്ന് എന്നും പ്രശ്നങ്ങളുണ്ടാവും. ബാത്തിലിന്റെ ഭാഗത്തു നിന്ന് എന്നും പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ മഹാന്മാരായ അയിമ്മത്ത്, ആ അയിമ്മത്തൊക്കെ എന്തുമാത്രം പ്രയാസങ്ങളാ, ജയിൽവാസം പോലും അനുഷ്ഠിക്കേണ്ടി വന്നിട്ടില്ലേ. പിന്നെ ഹംബലി ഇമാം, അതുപോലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവൊക്കെ എത്ര പ്രയാസങ്ങളാണ് നേരിട്ടിട്ടുള്ളത്. അവരൊക്കെ സത്യത്തിന്റെ മാർഗമായിരുന്നു. പക്ഷേ അസത്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വിഷമങ്ങൾ അവർ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ സമസ്തയിലും തന്നെ ഒരുപാട് കാലങ്ങളിൽ പലവിധ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിലുണ്ടായ ഒരു പ്രശ്നമാണ് അഖില കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉത്ഭവം. ആ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ വലിയ മഹാന്മാരായ ആളുകളാണ്. എന്തുകൊണ്ട് അഖില ഉണ്ടായി അതൊക്കെ വിശദീകരിക്കാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അത് മുബ്തദികളുടെ പാർട്ടിയാണ് എന്ന് സമസ്ത തീരുമാനിച്ച് പ്രഖ്യാപിച്ചതാണ്. അതിന് കാരണം ചിലർക്കത് പറ്റിയില്ല. കാരണം അവരുടെ ഗുരുനാഥന്മാർ ഈ തബ്ലീഗുമായി ബന്ധപ്പെട്ടത് ആയതുകൊണ്ട് ആ പ്രഖ്യാപനം ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നെ സമസ്ത ഇത് പ്രഖ്യാപിച്ചതോടുകൂടെ സമസ്തക്ക് എതിരായിക്കൊണ്ട് ഒരു സംഘടന അവർ രൂപീകരിച്ചു. സമസ്തക്കെതിരായിക്കൊണ്ട് അതുപോലെയുള്ള ഒരു സംഘടന രൂപീകരിച്ചു. ഈ രാജ്യത്തുള്ള വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ എത്രത്തോളം എന്ന് പറഞ്ഞാല് ബാക്കിയാത്തു സ്വാലിഹാത്തിൽ നീണ്ടകാലം പ്രിൻസിപ്പാളായ മഹാനായ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് നബറല്ലാഹു മർക്കദ മഹാൻ അവറുകളടക്കം, മാത്രമല്ല അദ്ദേഹത്തെ അതിന് നേതൃത്വം നൽകിയത് മഹാനായിരുന്നു. അപ്പൊ ഇത് എന്തായി എന്ന് വെച്ചാല് ഈ സംഘടന രംഗത്ത് വന്നതോടുകൂടെ അന്നത്തെ ഉസ്താദുമാർ പലർക്കും തന്നെ വല്ലാത്ത വിഷമങ്ങൾ വന്നു. കാരണം അഖില കേരളയിലുള്ളത് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് പോലെയുള്ള തങ്ങളുടെ മഹാന്മാരായ ഉസ്താദുമാരാണ്. അതേ അവസരം ഇന്നുവരെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വറല്ലാഹു മർക്കദ മഹാനവറുകൾ സ്ഥാപിച്ച് അങ്ങനെയുള്ള മഹാന്മാരിലൂടെ കൈമാറ്റം ചെയ്തുകൊണ്ട് ഇന്നുവരെ നമ്മൾ പ്രവർത്തിച്ചത് ആ
പിന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയില. അപ്പോൾ ഉസ്താദുമാർ അതിലേക്ക് വിളിക്കുന്നു, എന്ത് ചെയ്യണം, അതിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഉസ്താദുമാരുടെ പൊരുത്തക്കേട് വരുമോ, അത് വല്ലാത്തൊരു വിഷമം. കാരണം നമ്മളാരും തന്നെ ഉസ്താദുമാരുടെ കുറ്റക്കേട് സമ്പാദിക്കാന്നുള്ള ആരും പിന്നെ വിചാരിക്കാൻ പോലും കഴിയാത്തവരാണല്ലോ. മറ്റൊരു ഭാഗത്ത് ഇതുവരെയും നിലകൊണ്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മഹാനവറുകൾ അതുമുതൽക്കുള്ള മഹത്തുക്കൾ നേതൃത്വം നൽകിയ ഇന്ന് വരെ നമ്മൾ പ്രവർത്തിച്ച ഈ സമസ്തയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് അതും ഓർക്കാൻ കഴിയില്ല. ഇങ്ങനെ മനസ്സ് വല്ലാത്ത വിഷമങ്ങളിൽ ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർക്കുണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മഹാനായ സി.എച്ച്. ഹൈദറോസ് മുസ്ലിയാർ മഹാനവറുകൾ. അദ്ദേഹം ഈ ഒരു വിഷമത്തിൽ ഞാൻ എന്ത് ചെയ്യണം, ഉസ്താദുമാർ അങ്ങനെ അതേ അവസരം ഞാൻ ഇതുവരെയും പ്രവർത്തിച്ച സംഘടന അത് സമസ്തയാണ്, ഞാൻ ഇനി എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് ഒരു രൂപം കിട്ടുന്നില്ല. അവസാനം തൻ്റെ ആത്മീയ ഗുരുവായ മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ സമീപിക്കുക എന്ന് തീരുമാനിച്ചു. അന്ന് ബഹുമാനപ്പെട്ടവർ കോട്ടക്കലിലുള്ള അടുത്തുള്ള ഒരു പള്ളിയിൽ പുറത്തൊന്നും ഇറങ്ങാതെ തൻ്റെ ഇബാദത്തും കാര്യങ്ങളിലായിക്കൊണ്ട് മുഴുകി നിൽക്കുക. ജനങ്ങളേറ്റൊന്നൊരു ബന്ധമല്ല, പുറത്തേക്കോട്ട് ഇറങ്ങി വരാറുമില്ല. ആ നിലക്ക് കഴിയുന്ന ഇനി ആരെങ്കിലും കാണാൻ പോയാലും പുറത്തേക്ക് വരില്ല. ഇതായിരുന്നു അന്നത്തെ മഹാനവറുകളുടെ അവസ്ഥ. പക്ഷെ എന്നാലും തൻ്റെ പിന്നെ അതൊന്നും ആലോചിക്കാതെ ബഹുമാനപ്പെട്ട മുസ്ലിയാര് നേരെ ആ പള്ളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പള്ളിയിലേക്ക് പോകുമ്പോൾ ആ പള്ളിയുടെ വാതിൽക്കൽക്കുണ്ട് എത്തുന്നതോടുകൂടെ ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാർ പള്ളിയുടെ ഉള്ളിൽ നിന്ന് നേരെ വരുന്നു. പുറത്തൊന്നും ഇറങ്ങാത്ത ബാപ്പു മുസ്ലിയാർ നേരെ ആ പള്ളിയിൽ നിന്ന് വരുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇദ്രീസ് മുസ്ലിയാരോട് പറഞ്ഞു, ഇദ്രീസ് മുസ്ലിയാരെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നിടത്ത് അവിടെ നിന്നോളി, സമസ്തയിൽ തന്നെ നിന്നോളി, വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടൊന്നും വേണ്ട. സമസ്ത അത് മഹാന്മാർ സ്ഥാപിച്ച പിന്നെ സംഘടനയാണ്, അതിൽ തന്നെ നിന്നോളി എന്ന് പറഞ്ഞു. ഇവിടെ ബഹുമാനപ്പെട്ട ഇദ്രീസ് മുസ്ലിയാർക്ക് തൻ്റെ പ്രശ്നം തൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും സമയം കിട്ടിയില്ല. ചെന്നപ്പോൾ തന്നെ ഇതാ പറഞ്ഞത്. അതാണ് ഇദ്രീസ് മുസ്ലിയാരെ കണ്ടപ്പോൾ വരുമ്പോൾ മഹാനവറുകളുടെ മനസ്സ് വായിച്ചെടുക്കാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞു. അതിലും ഒരു സന്ദേശം മഹാനവറുകൾ നൽകുന്നുണ്ട് എന്നും കൂടി നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രശ്നങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകും. ആ എല്ലാ കാലത്തും ഉണ്ടാകുമ്പോഴും തന്നെ അത് സമസ്തയുടെ ഒരു പ്രവർത്തകനാകുമ്പോൾ ആ സമസ്ത പറയുന്നതും സമസ്തയോടൊപ്പം നിന്നുകൊണ്ട് അതിന് ശക്തി പകരാനാണ് ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും ശ്രമിക്കേണ്ടത് എന്നുകൂടി മഹാനവറുകൾ അതിലൂടെ സന്ദേശം നൽകുന്നുണ്ട്. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ നീണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മഹാനവറുകൾ പ്രസിഡന്റായിക്കൊണ്ടാണ് ദാറുൻ നജാത്തി ഇസ്ലാമിക് സെന്ററാണ്, ദാറുൻ നജാത്തി യതീംഖാന എന്നുള്ള നിലക്കാണ് അത് സ്ഥാപിച്ചത്. അത് സ്ഥാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇഞ്ച് ഭൂമിയോ അല്ലെങ്കിൽ 10 ഉറുപ്പികയോ ആ സ്ഥാപനം സ്ഥാപിക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനില്ല. അങ്ങനെയാണ് ആ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി അതിൻ്റെ ശേഷം ഇന്ന് നിൽക്കുന്ന യതീംഖാന നിൽക്കുന്ന അതിൻ്റെ മെയിൻ ബിൽഡിംഗ് നിൽക്കുന്ന ആ ഭാഗം കരുവാര കൊണ്ട് സുപ്രസിദ്ധമായ ഒരു ചന്തയുണ്ടായിരുന്നു. ആ ചന്ത നിൽക്കുന്ന സ്ഥലമാണത്. ആ സ്ഥലം അത് 1.5 ഏക്കർ സ്ഥലമുണ്ടത്. ആ സ്ഥലം എടുക്കുകയാണെന്ന് വെച്ചാൽ അത് അവിടെ യതീംഖാന ഉണ്ടാക്കാം എന്ന് അവരൊക്കെ മനസ്സിലാക്കി. അത് സംബന്ധിച്ച് കച്ചവടങ്ങളും കാര്യങ്ങളും നടന്നു. അന്ന് ആ സ്ഥലത്തിന് 30,000 ഉറുപ്പികയാണ് വില പറഞ്ഞിട്ടുള്ളത്. 6 മാസത്തിൻ്റെ ഉള്ളിൽ ആ പൈസ കൊടുക്കണമെന്നാണ് തീരുമാനമുള്ളത്. അങ്ങനെയാണ്. അങ്ങനെ 30,000 ഉറുപ്പിക 1.5 ഏക്കർ ടൗണിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അന്നത്തെ 30,000 എന്ന് പറഞ്ഞാൽ അത് 30 ലക്ഷം എന്ന് പറയാൻ പറ്റൂല, കോടികളെ പറയാൻ പറ്റും. കാരണം അത് 1977 സംഭവം. അപ്പോൾ എത്രയാണ് മനസ്സിലാക്കുക? അതിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ പ്രയാസമില്ല.
ഏതായിരുന്നാലും 6 മാസത്തിനുള്ളിൽ അതിലെ പൈസ എടുക്കണം. താക്കോലൊക്കെ അപ്പം തന്നെ ആണ്. അവിടെ എത്തിങ്കാന ഇവിടെ കുട്ടികളൊക്കെ താമസിക്കാനും മദ്രസക്കും ഒക്കെ പാടവിടെ സൗകര്യങ്ങൾ ഏർപ്പെടും. പക്ഷേ ഈ പൈസ ഉണ്ടാവുന്നില്ല. കാരണം പാവപ്പെട്ടവരുടെ നാടാണ് വാസ്തവത്തിൽ. കുറച്ച് മുതലാളിമാരുണ്ട്, ബാക്കിയൊക്കെ പാവപ്പെട്ടവരാണ്, അങ്ങനെയുള്ളതാണ്. അപ്പം എന്നാൽ ഇനി എന്ത് ചെയ്യണം, നമ്മൾ പിരിവിനിറങ്ങുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ നാട്ടിലുള്ള ഏറ്റവും ഉന്നതന്മാരായ പണ്ഡിതന്മാരും സയ്യിദുമാരും എല്ലാം പാടെ കൂടി ഒരു ജീപ്പ് എടുത്താണ്ട് പിരിവിനിറങ്ങി. അങ്ങനെ ആ കരുവാരകുണ്ടിയിലുള്ള ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയുടെ വീട്ടിലേക്കാണ് ചെന്നത്. ആ ചെന്ന് അങ്ങനെ അദ്ദേഹവുമായിട്ട് ഇത് സംബന്ധിച്ച് സംസാരിച്ചു. അയാൾ കുറേ നേരം ഒന്നും മിണ്ടിയില്ല. പിന്നെ അതിൽപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട ഒരാളെ അദ്ദേഹം ഉള്ളിലേക്ക് വിളിച്ചു കൊണ്ടുപോയി പറഞ്ഞു, ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അത് സമസ്തൻ്റെ കീഴിലാണല്ലോ, സമസ്തയുമായിട്ടുള്ള ബന്ധം അത് വേർപെടുത്തണം. ഇതാണ് അയാളുടെ ഒരു ആവശ്യം. സമസ്തയുമായി ബന്ധം വേർപെടുത്തണം, എന്നാലേ ഞാനേക്ക് വല്ലതും തരുള്ളൂ. ഈ കാര്യം ബഹുമാനപ്പെട്ട ഉസ്താദ് മാനൂസിലയോട് വന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവിടെ നിന്ന് വെറും കയ്യോടെ മടങ്ങിപ്പോന്നു. സമസ്തൻ്റെ ബന്ധം വേർപെടുത്തിയിട്ട് പൈസ വേണം. അങ്ങനെ അദ്ദേഹം അങ്ങനെ വേറെ സ്ഥലത്തും കൂടി പോയി ഒരു 125 ഉറുപ്പിക. അങ്ങനെ വളരെ വിഷമിച്ച് മാനസികമായി വളരെ പ്രയാസപ്പെട്ട, കാരണം 6 മാസത്തിൻ്റെ ഉള്ളിലാണ് ആ മാസം തികയാൻ പോവുകയാണ്. 30,000 ഉറുപ്പിക ഉണ്ടാവുമാണ്. പിരിവിനിറങ്ങിയതിൻ്റെ സ്ഥിതി ഇതാണ്. അദ്ദേഹത്തിൻ്റെ നിരാശ, അത് ആ വിഷമം അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, രാവിലെ തന്നെ ചാപ്പനങ്ങാടിക്ക് ബസ് കയറി. ഇന്നത്തെ പോലെ കാറും ജീപ്പും എല്ലാം പാടെ ഉപയോഗിക്കുന്ന കാലമല്ല. അതൊക്കെ യോഗത്തിന് പോയിരുന്നു. എനിക്കറിയാം, കോഴിക്കോട്ടേക്കുമൊക്കെ യോഗത്തിന് പോയിരുന്നു, ബസ് കയറിയായിരുന്നു. എന്നമാതിരിക്ക് ചാപ്പനങ്ങാടിക്ക് മഹാനവറുകൾ ബസ് കയറി. നോക്കുമ്പോൾ ഭയങ്കര മഴയാണ്. അന്ന് ചാപ്പനങ്ങാടിക്ക് വരുമ്പോൾ കോട്ടക്കൽ വരെ അത് ബസ്സിന് പോരും. കോട്ടക്കലിൽ നിന്ന് പിന്നെ ആള് വിളിച്ചു പോകുന്ന ജീപ്പ് ഉണ്ടായിരുന്നു അന്ന്. പഴയ ആളുകൾക്കറിയാം, ഇപ്പം എങ്ങനെയെന്ന് നമുക്കറിയില്ല. ജീപ്പ് ഉണ്ടായിരുന്നു, വേറെ ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു ജീപ്പിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് കെട്ടി മാനൂസിലാർ ഇവിടെ വന്ന് പിന്നെ തൻ്റെ വീടിൻ്റെ അടുത്ത് വന്നിറങ്ങി. അങ്ങനെ കൊടയും പിടിച്ച് ഭയങ്കര മഴയാണ്. ആ മഴയിൽ നനഞ്ഞ് ആണ്ടാണ് പിന്നെ ബാപ്പം സിലയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. കണ്ട പാടത്തിൽ ചെല്ലാൻ പറഞ്ഞ് പിന്നെ ഇരിക്കുന്നു പറഞ്ഞു. നേരെ ബാപ്പം സിലയാറി അകത്തേക്ക് പോയി. എന്നിട്ട് നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ട് ആ 2 കൈകൊണ്ടും ഈ ചായ ഗ്ലാസ് ഇങ്ങനെ പിടിച്ചിട്ട്, ഇതാ മാനുവലി ഇതാണ് കുടിച്ചളി, എന്നാൽ ആ തണുപ്പൊക്കെ പോയിക്കോളുന്നു. അങ്ങനെ ഉസ്താദ് പിന്നെ ചായയൊക്കെ കുടിച്ചു. അതിൻ്റെ ശേഷം വന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ബാപ്പം സിലിയർ പറഞ്ഞത്, അത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, സമസ്തയുമായുള്ള ബന്ധം വേർപെടുത്തുന്ന ഒരു ഏർപ്പാട് നമുക്കില്ല, അത് നമുക്ക് വേണ്ട. പിന്നെ പൈസ അല്ലേ, അത് നിങ്ങൾ ഇറങ്ങിയാൽ പിരിച്ചോളി. ആ അവധിയാകുമ്പോൾ തന്നെ കൊടുക്കേണ്ട പൈസ മുഴുവൻ കിട്ടും, നിങ്ങൾക്ക് രജിസ്റ്ററാക്കാനും കഴിയും, നിങ്ങളത് ഇറങ്ങിയാൽ പ്രവർത്തിച്ചോളി എന്ന് പറഞ്ഞു. അത് വളരെ സന്തോഷത്തോടെ പോകുന്നു. വീണ്ടും അവർ പിരിവിനിറങ്ങി. അവസാനം ഈ പറഞ്ഞത് പോലത്തെ അപ്പം തന്നെ ബഹുമാനപ്പെട്ട പിന്നെ ചാപ്പനങ്ങാടി ഉസ്താദ് ബഹുമാനപ്പെട്ട മാനൂസിലിയരുടെ കയ്യിൽ ഒരു സംഖ്യ 100 ഉറുപ്പിക കൊടുത്തു. ഇത് കൈപ്പിടിച്ചോളി എന്നും പറഞ്ഞു. അത് ബർക്കത്ത. അത് ബഹുമാനപ്പെട്ട മാനൂസിലിയർ വഫാത്താകുന്നത് വരെ ആ 100ൻ്റെ നോട്ട് വളരെ ഭദ്രമായി സൂക്ഷിച്ചിരുന്നു. പിൽക്കാലത്ത് വന്ന എല്ലാ നജാത്തിന് വന്ന എല്ലാ നേട്ടങ്ങളും വാസ്തവത്തിൽ ഈ നോട്ടിൻ്റെ ബർക്കത്ത് കൊണ്ടായിരുന്നു എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ആ നിലക്ക് അങ്ങനെ പിന്നെ പിരിവിനിറങ്ങി. ആ പറഞ്ഞ ആ 6 മാസം ആയപ്പോഴേക്ക് സംഖ്യ കൊടുക്കുകയും രജിസ്റ്ററാക്കുകയും ചെയ്തു. ഇവിടെയും നമ്മൾ ആലോചിച്ച് നോക്കൂ, മഹാനവറുകളുടെ ബർക്കത്ത്. എന്താണ് മഹാനവറുകൾ പറഞ്ഞത്? ആ സമയമാകുമ്പോൾ തന്നെ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചോളി, ആ സമയമാകുമ്പോൾ തന്നെ നിങ്ങളെ പൈസ കിട്ടും, നിങ്ങൾക്ക് രജിസ്റ്ററാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില മഹാന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
ലൗ അഖ്സമ ബില്ലാഹി ലാ ബർറ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് അള്ളാഹുവിൽ ആണയിട്ടുകൊണ്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു തആല അവർ പറഞ്ഞതുപോലെ അത് വരുത്തി തീർക്കുമെന്നാണ് അതിന്റെ ആശയം. ബഹുമാനപ്പെട്ട ബാപ്പ മുസ്ലിയാർ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങി പിരിച്ചോളിയും, ആ സമയമാകുമ്പോഴത്തിന് അതിന്റെ പൈസയും കിട്ടും, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനും കഴിയും എന്ന് പറഞ്ഞു അപ്പടി യാതൊരു വ്യത്യാസവും കൂടാതെ ആ സംഭവം നടക്കും. ഇതൊക്കെയാണ് മഹാന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരുമാറാവട്ടെ. ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിഷമങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ അള്ളാഹു തീർത്തു തരുമാറാവട്ടെ. സവത്തകളുടെ ജംഇയ്യത്തുൽ ഉലമ അള്ളാഹു മഹാന്മാരായി കാണിച്ചു തന്ന അതേ വഴിയിലൂടെ അതിൻ്റെ പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളെ, കുടുംബങ്ങളെ, ബന്ധപ്പെട്ടവരെ, നമ്മളും അവരുമായി ബന്ധപ്പെട്ടവരെ സ്വർഗ്ഗലോകത്ത് സാലിഹ്യങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള മഹത്തായ ഖുർആൻ വാക്യം ഓതി ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.